ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെൻറ്റർ ഫോർ CS സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗേറ്റിനും നെറ്റിനും ചോദിച്ച പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു അസംബ്ലി പ്രോഗ്രാം എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് ആൻഡ് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇമ്പറേറ്റീവ് ആൻഡ് അസംബ്ലർ ഡയറക്റ്റീവ്സ്, imperative and declarative statements as well as assembler directives, declarative statements and assembler directives. അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് വലിയ അർത്ഥങ്ങളൊന്നും അതിനില്ല, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡോ കാര്യങ്ങളോ. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ, എന്തെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന പോലത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ഒരു അസംബ്ലി പ്രോഗ്രാം കണ്ടെയ്ൻ ചെയ്യുന്നത് ഇമ്പറേറ്റീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. രണ്ടാമത് പറയുന്നത് ഇമ്പറേറ്റീവും അസംബ്ലർ ഡയറക്റ്റീവ്സുമാണ്. മൂന്നാമത് പറയുന്നത് നമ്മുടെ ആദ്യത്തെ രണ്ട് ഓപ്ഷനും കൂടെ ചേർത്തിട്ട് ഇമ്പോർട്ടൻറ്റും ആണ് ഡിക്ലറേറ്റീവും ആണ്, അതുപോലെ തന്നെ അസംബ്ലർ ഡയറക്റ്റീവ്സും ഇൻക്ലൂഡ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും അസംബ്ലി ഡയറക്റ്റീവ്സും മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു അസംബ്ലർ പ്രോഗ്രാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സും അസംബ്ലർ ഡയറക്റ്റീവ്സും എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു അസംബ്ലി പ്രോഗ്രാം കിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്? ഇമ്പറേറ്റീവ്, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആസ് വെൽ ആസ് അസംബ്ലർ ഡയറക്റ്റീവ്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു അസംബ്ലി പ്രോഗ്രാം ആയിട്ട് മാറുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ EQU എന്ന് പറയുന്ന ഡയറക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്, ഒറിജിൻ എന്ന് പറയുന്ന ഡയറക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, എൻഡ് എന്ന് പറയുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന നാലെണ്ണത്തിൽ ഏതാണ് നമ്മുടെ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണുള്ളത്. അപ്പൊ EQU എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേറ്റ് എന്നായിരുന്നു അല്ലെ. അപ്പൊ ഇക്വേറ്റ് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ഉണ്ട് അസംബ്ലറിനകത്ത്. ഒറിജിൻ എന്ന് പറയുന്നതും എന്താണ്? ഉണ്ട് അല്ലെ. നമ്മുടെ പൂൾ ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ അതിനകത്ത് പറയുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് എന്നും എൻഡ് എന്നും പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ അൽഗോരിതത്തിനകത്തും നമ്മൾ പറയുന്നുണ്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന റെക്കോർഡ്, എൻഡ് എന്ന് പറയുന്ന റെക്കോർഡിനെയും കുറിച്ചൊക്കെ അല്ലെ. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഈ 4 ഓപ്ഷനും 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഓപ്ഷനും വരുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ D ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അസംബ്ലർ പ്രോഗ്രാം എന്താണ് എന്നുള്ളതാണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അസംബ്ലർ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അടുത്ത ഓപ്ഷൻ കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അടുത്ത് പറയുന്നത് ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇനി പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഹാർഡ്വെയർ, ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് അസംബ്ലർ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. നമ്മൾ അസംബ്ലറിന്റെ എന്തൊക്കെ പഠിച്ചു? അസംബ്ലർ ലാംഗ്വേജ്, SIC ലാംഗ്വേജ് ഒക്കെ പഠിച്ചപ്പോൾ എന്താണ് അതിനകത്ത് പഠിച്ചത്? അസംബ്ലർ OSനെയും കമ്പൈലറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് പറഞ്ഞോ? ഇല്ല. ഹാർഡ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. മെഷീൻ ഇൻഡിപെൻഡന്റ്, മെഷീൻ ഡിപ്പെൻഡന്റ് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ. സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? മെയിൻ ആയിട്ടും ഒരു അസംബ്ലർ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് ലോഡർ പ്രോഗ്രാമറിനോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, എന്തറിഞ്ഞിരിക്കണം എന്നാണ് ആബ്സല്യൂട്ട് ലോഡർ ഒരു പ്രോഗ്രാമറിനോട് പറയുന്നത്. എന്തൊക്കെയാണതാ? സ്റ്റാർട്ട് അഡ്രസ് ഓഫ് ദി അവൈലബിൾ മെമ്മറി, അവൈലബിൾ മെമ്മറിയുടെ ആദ്യത്തെ അഡ്രസ് അറിഞ്ഞിരിക്കണം എന്നാണോ? പ്രോഗ്രാമിന്റെ ടോട്ടൽ സൈസ് അറിഞ്ഞിരിക്കണം എന്നാണോ? ഡേറ്റ ലൊക്കേഷന്റെ ആക്ച്വൽ അഡ്രസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നാണോ? അതോ ഏതൊക്കെ ഓപ്പറാൻഡ്സ് ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂസ് അറിഞ്ഞിരിക്കണം എന്നാണോ? ഈ 4 കാര്യങ്ങളിൽ എന്താണ് ആബ്സല്യൂട്ട് ലോഡർ ഒരു പ്രോഗ്രാമർ അറിഞ്ഞിരിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത്? എന്താണ് ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിക്സഡ് മെമ്മറിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റാസിനെ ലോഡ് ചെയ്യുന്ന ലോഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഫിക്സഡ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദ ഓപ്പറാൻഡ്സ് യൂസ്ഡ് ആണോ ശരിക്കും അറിയേണ്ടത്? അല്ല. പ്രോഗ്രാമിന്റെ ടോട്ടൽ സൈസ് ആണോ അറിയേണ്ടത്? അല്ല. ഡേറ്റ ലൊക്കേഷന്റെ ആക്ച്വൽ സൈസ് ആണോ, അഡ്രസ് ആണോ അറിയേണ്ടത്? അതുമല്ല. പകരം എന്താണ്?
നമുക്ക് എവിടേക്കാണ് മെയിൻ മെമ്മറിയിൽ ആദ്യമായിട്ട് ഈ ഡേറ്റ കൊണ്ടുവെക്കേണ്ട സ്ഥലം, ആ അവൈലബിൾ മെയിൻ മെമ്മറിയുടെ സ്റ്റാർട്ട് അഡ്രസ് ആണ് മെയിൻ ആയിട്ടും നമുക്ക് അറിയേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആബ്സല്യൂട്ട് ലോഡറിന്റെ സഹായത്തോടു കൂടി മെമ്മറിയിലേക്ക് ഡേറ്റ ലോഡ് ചെയ്ത് വെക്കാൻ സഹായിക്കുകയുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആബ്സല്യൂട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത്, ലോഡറിന്റെ സഹായത്തോടു കൂടി ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമർ എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അലൊക്കേഷൻ ആണോ, ലിങ്കിങ് ആണോ, റീഅലൊക്കേഷൻ ആണോ, അതോ അലൊക്കേഷനും ലിങ്കിങ്ങും ആണോ, അതാണ് ചോദ്യം. അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പഠിച്ചു, മെയിൻ മെമ്മറിയിൽ എവിടെയാണ് നമ്മൾ മെമ്മറിയിൽ ഡേറ്റ വെക്കേണ്ടതെന്ന് അറിയണം. അപ്പൊ അലൊക്കേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി അലൊക്കേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായോ? ചുമ്മാ അതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമായോ? അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ചെയ്ത് അത് വർക്ക് ചെയ്യണ്ടേ? അപ്പൊ ലിങ്കിങ് ചെയ്യണം. ഇനി റീലൊക്കേഷൻ ചെയ്യാൻ പറ്റുമോ? ആബ്സല്യൂട്ട് ലോഡർ ഞാൻ പറഞ്ഞു ഫിക്സഡ് ആയിട്ട് മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ കൊണ്ടുവയ്ക്കുക, അതിനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അപ്പൊ റീലൊക്കേഷൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ബോത്ത് എ ആൻഡ് ബി, അലൊക്കേഷനും ലിങ്കിങ്ങും രണ്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം പറയുന്നത് ലിങ്കിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റീലൊക്കേഷന് മുൻപ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇനി റീലൊക്കേഷന് ശേഷം നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ റീലൊക്കേഷന് മുൻപും ശേഷവും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ റീലൊക്കേഷൻ പെർഫോം ചെയ്താൽ ലിങ്കിങ്ങിന്റെ ആവശ്യം ഇല്ല. ഇത്രയുമാണ് പറയുന്നത്. അപ്പൊ ലിങ്കിങ് നമ്മൾ എപ്പോഴാ ചെയ്യുന്നത്? ലോഡർ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വെക്കുന്ന ഡേറ്റാസിനെ ഫർദർ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്കർ ഉപയോഗിച്ച് പ്രോഗ്രാംസിനെ കമ്പൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കനോട്ട് ബി പെർഫോംഡ് ആഫ്റ്റർ റീലൊക്കേഷൻ എന്നുള്ളതാണ്. നമുക്ക് റീലൊക്കേഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേറ്റാസിനെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റാസ് ലിങ്ക് ചെയ്ത് വെക്കുന്നത്, അല്ലേ? അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ആ പൊസിഷൻ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ആ അഡ്രസ്സിൽ പോയി നോക്കുമ്പോൾ ഡേറ്റ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ ഡേറ്റ കണ്ടില്ല എന്നാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ലേ? അപ്പൊ നമുക്ക് ഒരിക്കലും റീലൊക്കേഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു 2 പാസ് അസംബ്ലറിന്റെ ഫസ്റ്റ് പാസിൽ താഴെ പറയുന്നതിൽ ഏത് ആക്ടിവിറ്റിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തത്? അതാണ് ചോദ്യം. അപ്പൊ താഴെ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടേബിൾ ബിൽഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ, രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, മൂന്നാമത്തത് ന്യൂമോണിക് ഓപ്പ് കോഡിനെ ഓപ്പറാൻഡ് ഫീൽഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, നാലാമത്തത് മേൽ പറഞ്ഞ 3 കാര്യങ്ങളും അല്ല എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് പാസ് അസംബ്ലറിന് എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഓപ്പ് കോഡിനെ അല്ലെങ്കിൽ ന്യൂമോണിക് കോഡ്സിനെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്ത് എങ്ങോട്ടാണ് വെക്കുന്നത്? സിമ്പിൾ ടേബിളിലേക്ക് വെക്കുന്നു, അല്ലെ? അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു ഇന്റർമീഡിയറ്റ് കോഡും ജനറേറ്റ് ആവുന്നുണ്ട്, അല്ലെ? അപ്പോ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? ഫസ്റ്റ് പാസിന്റെ ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ ഏതാണ് ആക്ടിവിറ്റി അല്ലാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ നൺ ഓഫ് ദീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.